ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. 78ാം സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വൈകിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാത്രി 7 മണിക്കാണ് അഭിസംബോധന. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനിലും സംപ്രേഷണം ഉണ്ടാകും. തുടർന്ന് അഭിസംബോധനയുടെ പ്രാദേശിക പരിഭാഷ ആകാശവാണിയുടെ പ്രാദേശിക നിലയങ്ങൾ രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ദുരന്ത മേഖലകളിൽ ഇന്ന് പരിശോധന നടത്തി. ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് പരിശോധന നടത്തിയത്. ദുരന്ത പ്രദേശത്തെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകൾ വിലയിരുത്തിയ ശേഷമായിരിക്കും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. മറ്റന്നാൾ വരെ വിദഗ്ധ സംഘം ഇവിടെ പരിശോധന തുടരും. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇന്ന് ചാലിയാർ പുഴയിൽ നടത്തിയ ജനകീയ തെരച്ചിലിൽ 5 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പോത്തുകല്ല്, കുമ്പളപ്പാറ ഭാഗത്തു നിന്നും 3 ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. തെരച്ചിൽ സംഘത്തിന് വൈകിട്ട് 2 ശരീര അവശിഷ്ടങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ചാലിയാറിൽ അപ്രതീക്ഷിതമായി ഒഴുക്ക് കൂടിയത് തെരച്ചിലിന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ക്യാമ്പുകളിൽ നിന്നും വാടക വീടുകളിലേക്ക് മാറാൻ ഒരുങ്ങുന്ന കുടുംബങ്ങൾക്ക് പൊതുവിതരണ വകുപ്പ് പാചകവാതക കണക്ഷൻ നൽകി. വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിലുള്ള 100ഓളം ക്വാർട്ടേഴ്സുകളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള 253 വാടക വീടുകളും പുനരധിവാസത്തിന് കണ്ടെത്തി. സ്വന്തം നിലയിൽ വാടക വീടുകൾ കണ്ടെത്തുന്നവർക്കും ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും എല്ലാ ആനുകൂല്യങ്ങളും ഉറപ്പാക്കുമെന്നും സർക്കാർ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള അടിയന്തര ധനസഹായ വിതരണം ആരംഭിച്ചതായി മന്ത്രിസഭാ ഉപസമിതി. 115ഓളം DNA പരിശോധനയുടെ ഫലം വന്നു. ഇതിന്റെ രക്തസാമ്പിളുകൾ നാളെ പരിശോധിക്കും. പ്രദേശത്ത് ജനകീയ തെരച്ചിൽ നാളെയും തുടരും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ വിദഗ്ധ ചികിത്സ സംബന്ധിച്ച് നാളെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും ഉപസമിതി അറിയിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരന്ത പ്രദേശത്തെ ഉരുക്കൾക്കും അരുമ മൃഗങ്ങൾക്കുമായി പാലക്കാട് ജില്ലയിൽ നിന്നെത്തിച്ച തീറ്റ വസ്തുക്കൾ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ കെ രാജൻ, AK ശശീന്ദ്രൻ എന്നിവർക്ക് കൈമാറി. ദുരന്തത്തിൽ അകപ്പെട്ട വളർത്തുമൃഗങ്ങൾക്കായി ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പുകൾ ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ കനത്ത മഴയെ തുടർന്ന് ബെയിലി പാലം താൽക്കാലികമായി അടച്ചു. ഇതിന് സമീപം നിർമ്മിച്ച മുണ്ടക്കൈയിലേക്കുള്ള താൽക്കാലിക പാലം പുഴയിലെ ശക്തമായ നീരൊഴുക്കിൽ തകർന്നിട്ടുണ്ട്. മേപ്പാടി പുത്തുമല പ്രദേശത്ത് കനത്ത മഴയെ തുടർന്ന് പ്രദേശത്തുള്ള 20ഓളം കുടുംബങ്ങളെ തൃക്കൈപ്പറ്റ ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിൽ ഇന്ന് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടന്നു. പുഴയിലെ കുത്തൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് തിരച്ചിൽ പുനരാരംഭിച്ചത്. അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതെന്ന് കരുതുന്ന വീൽ ജാക്കി തിരച്ചിലിൽ കണ്ടെത്തി. നാളെ കൂടുതൽ വിപുലമായ തിരച്ചിൽ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് കൽക്കട്ട ഹൈക്കോടതി. കേസ് സംബന്ധിച്ച എല്ലാ രേഖകളും എത്രയും പെട്ടെന്ന് CBIക്ക് കൈമാറാൻ സംസ്ഥാന പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. തൊഴിലിടങ്ങളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിന് എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും സ്ഥാപനങ്ങൾക്കും ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശം നൽകി. സമീപകാലത്തായി മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നിർദ്ദേശം. PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ താഴെത്തട്ടിൽ എത്തിക്കുന്നതിന് തിരുവനന്തപുരത്ത് ദക്ഷിണ മേഖല ശില്പശാല നടന്നു. കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിൽ നിന്നും പോണ്ടിച്ചേരി, ആൻഡമാൻ ആന്റ് നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ ശില്പശാലയിൽ പങ്കെടുത്തു. മന്ത്രി P. രാജീവ് ശില്പശാലയെ അഭിസംബോധന ചെയ്തു. 2025-ൽ ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന് പുറമെ ഇത്തവണ ആദ്യമായി ഹജ്ജ് സുവിധ ആപ്പിലൂടെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. റിപ്പോർട്ട് പുറത്തുവിടാൻ കോടതി ഒരാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ചലച്ചിത്ര നിർമ്മാതാവ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്.
തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി കാരണം കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ വ്യാപകമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. നാളെ എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ അടുത്ത 3 ദിവസം വൈകിട്ടോ രാത്രിയോ അതിശക്തമായ തീവ്രമോ ആയ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കാൻ സാധ്യത. ഇത് മലവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.